എന്റെ അമ്മേ. സാറേ കിട്ടി സാർ. എന്താ അത് ആ മെറ്റിൽഡ കമ്പനിക്കാർ കൊടുത്തയച്ച കുറച്ച് സാമ്പിൾ മെഡിസിൻ അല്ലേ? അതെ. കൺസൾട്ട് റൂമിൽ കൊണ്ടുവെക്കടാ. പിന്നെ ഇത് നമ്മുടെ രഹസ്യ സംഘത്തിൽ വെച്ചാ മതിയോ അതോ എവിടെങ്കിലും കൊണ്ട് വെക്കടാ. ഇവന്റെ പറച്ചിൽ കേട്ട ഏതാണ്ട് മദ്യം കൊണ്ടുവന്ന പോലെയാണല്ലോ. അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്പാളപ്പെട്ടും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാതിരുന്നാ മതി. സാമ്പിൾ മോളി എന്ന് ഡ്രസ് മാറ്. നന്നായിട്ട് ഡ്രസ് മാറില്ല. ഞാൻ മാറിക്കോളാം. അത് മാറിക്കോളും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. ആ സിസ്റ്ററെ, ഞങ്ങള് കൺസൾട്ടന്റ് റൂം ഉണ്ടാവും. അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് കഴിക്കാറുമ്പോൾ വിളിച്ചാൽ മതി. ആ പിന്നെ ഡിസ്കഷൻ ഇടയ്ക്ക് തൊട്ട് നക്ക അച്ചാറ് ഉപ്പേരി വല്ലതും വേണ്ടി വരുമോ? ചെല്ലി എന്തുപോലെ അറിയണ്ട. സോറി സാറന്മാരെ, ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നത് ഭീരുത്വമാണ്. സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞ് നടക്കണം. എന്തിന് ഇവൻ ചളാക്കുവോ? വേഷം കെട്ടെടുത്താണല്ലോ അടിച്ചതിന്റെ. അടിക്കണം സാർ, അടിക്കണം സാർ. സാറിന്റെ ഉപ്പ് തിന്ന് വളർന്നാണ് ഈ തടി. അടിക്കണം സാർ. ഉപ്പ് മാത്രം തിന്നാ പോരാ, ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം. എന്നാലേ അടികൊള്ളാനുള്ള ആരോഗ്യം ഉണ്ടാവും. എടുത്തു വെക്കടാ. എന്താ മോളെ? ഊണ് വിളമ്പട്ടെ? വിളമ്പിക്കോ. നന്ദു ഇപ്പൊ വരും. ഞാൻ അവന് 2 ഔൺസ് മരുന്ന് കൊടുത്തിരിക്കുക. എന്ത് പറ്റി? ഒരു ചെറിയ തലവേദന. ഈശ്വര, പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ മാറും. മോള് എന്നെല്ലാം എടുത്തു വെക്ക്. ചെല്. ഇന്ദുവിന് സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല. നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്നാ മതി. ഹലോ, ഡോക്ടർ മേനോൻ ഹിയർ. അങ്കിളെ, തോക്ക്. ആര്? ഞാനോ? എനിക്ക് തോക്കാൻ മനസ്സില്ല. നീ വേണി തോക്ക്. അയ്യോ അല്ലെങ്കിലേ, അമ്മാവൻ തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഏതമ്മാവൻ? അമേരിക്കയിലുള്ള ഇന്ദിരയുടെ അച്ഛൻ. ഇങ്ങോട്ടോ? എന്തിന്? കൊല്ലാൻ. മതകുട്ടി, അളിയനെത്തിണ്ട് അമേരിക്കന്ന്. വരട്ടെ. എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന? അളിയൻ ഇവിടെ ഒന്നില്ലല്ലോ. അങ്ങോട്ടെങ്ങനെ ഓടും? അവിടെ തോക്കുമായിട്ട് നിൽക്കല്ലേ? തോക്കോ? ഫോറിൻ തോക്കാണോ? എങ്കിൽ വെടിപൊട്ടും ഷുവർ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. മാധവൻകുട്ടി എന്റെ കൂടെ വരണം. ഞാനോ? സോറി, എന്റെ മനഃശാസ്ത്ര സമീപനം അമേരിക്കയിൽ നിന്ന് വന്ന ഒരുത്തന്റെ മുമ്പിൽ ചാമ്പലാക്കി കളയാൻ ഞാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ലെന്ന്. ഇല്ലാത്ത കള്ളത്തരങ്ങൾ മുഴുവൻ പറയിപ്പിച്ച് നീ മുങ്ങാനാണോ ഭാവം? കള്ളന കയ്യെന്ന് വിട്. വരും പറയാതെ വിടുന്ന പ്രശ്നമില്ല. വരാൻ ഡോക്ടറെ. മതകുട്ടി, എന്നെ ഓടിക്കല്ലേ, എനിക്ക് പ്രഷറുണ്ട്. എന്ത് പ്രഷർ ഉണ്ടായാലും ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ല. നീ വന്നുള്ള സത്യം പറഞ്ഞാൽ മതി. അമേരിക്കൻ മലയാളികളുടെ തല്ലുകൊള്ളാൻ എന്നെ കിട്ടില്ല. നിന്നെ കൂടി ഞാൻ പറയിപ്പിക്കും. കള്ളം തന്റെ. അയ്യോ, നല്ല പ്രഷർ. എന്റെ ദൈവമേ, അടി വരുമ്പോ കൂട്ടത്തോടെയാണല്ലോ ഇവിടെ ഇയാള്. അവിടെ അതെ ബ്രേക്ക് പിടിക്കണം. എന്തിനാ ഓടണേ? തടിക്ക് കോട്ടം തട്ടാതിരിക്കാൻ. ഓട്ടം നല്ലതാ. അത് ശരി. ഡോക്ടർ സാറിനെ കണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ട് വരുന്നു പറഞ്ഞാണല്ലോ പോന്നത്. എന്ത് പുല്ല്? അമേരിക്കയിലെ സാറും നന്ദു സാറും ഇന്ദു സാറും വരുന്നുണ്ട്. എവിടെ? എന്റെ പുറകെ. ഞാൻ അവർക്ക് എസ്കോർട്ടായിട്ട് പോകുന്നതാ. കൊണ്ടുകൊടുക്കാമെന്ന് കരുതി ഉപ്പാപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ ഉപ്പാപ്പൻ പായ കൊടുത്ത് നിൽക്കുന്ന പറഞ്ഞ പോലെ ആയല്ലോ ഇത് ആരോഗ്യം. അതെ ഡോക്ടർ സാർ. അയ്യോ അയ്യോ, എന്റെ സൈക്കിള്. അങ്കിളെ ഒന്ന് നിന്നേ. മോളെ ഓടല്ലേ, വയറുകുലുങ്ങും. കടിഞ്ഞൂല്. അമ്മാവോ ഓടല്ലേ, നിക്ക്. ഓടിയാൽ അവർ വെടിവെച്ച് വീഴ്ത്തും. അമേരിക്കയിലുള്ള ഹിന്ദുവിന്റെ അച്ഛൻ തോക്കുമായിട്ട് വന്നിരിക്കുക. അമ്മാവ ഞാൻ പറയുന്നത് കേക്ക്. മോളെ ഓടല്ലേ മോളെ. ഒന്ന് നിക്ക്
സൈക്കിള് തായോ. അയ്യോ എന്റെ സൈക്കിള് 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 തന്നേച്ചു പോലെ. അമ്മാവൻ നിക്ക്, ഒന്നാമത് ഈ വയസ്സാകാത്ത എനിക്കല്ല ചേച്ചിയുടെ ഓർമ്മ ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ഓടിക്കുന്നു പറയാം. അമ്മാവൻ ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ അറിയോ, കണ്ണു പറയുമ്പോ ആലോചിക്കണം. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല ഈശ്വര. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അയ്യോ അത് വാടകയ്ക്ക് എടുത്തതാണ്. ബൈസിക്കിള് തന്നെ, എന്റെ ബൈസിക്കിള്. സൈക്കിള് തായോ, സൈക്കിള് തായോ, സൈക്കിള്. എടാ കള്ളാ കള്ളാ കള്ളാ. നമ്മുടെ ഈ പഞ്ചായത്തിൽ കള്ളനോ? വണ്ടി തിരിക്കട. സൈക്കിള് തന്നേച്ചു പോലെ. മാധവൻ കുട്ടിച്ചേട്ടാ, അയ്യോ എന്റെ ബൈസിക്കിള്. വണ്ടി കുറച്ചുകൂടെ സ്പീഡ് വിടറ, കുറച്ചുകൂടെ സ്പീഡ് വിടറ വണ്ടി. ഇടിച്ചിരുന്ന അവനെ. പാറേപ്പറന്മാർക്ക് തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ ഒരിക്കലും മടിക്കാറില്ല. മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഏപ്പ് തിരിച്ചു കളഞ്ഞില്ലേ? ഇടുപ്പിന് താഴോട്ട് ഞാൻ മറന്നു. ഇവരൊരു സമ്മാനം തരാനാ പുറകെ ഓടിയത്. ആഹാ, ഓ, എന്റെ കയ്യിലിരിപ്പിന് ഇതിൽ കൂടുതലൊരു സമ്മാനം എനിക്കിനി കിട്ടാനില്ല. എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവീൻ. ആമേൻ. പോടാ, ആമേൻ പറയാറായിട്ടില്ല. അതിനു മുമ്പ് തൊഴുകൈകളോടെ എനിക്കൊരു സത്യം കൂടി തുറന്നു പറയാനുണ്ട്. എനിക്ക് തൊഴാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി എന്റെ ആരോഗ്യം തൊഴും. തൊഴടാ, തൊഴു. തല തകർന്നതാണേ. മരണം കാത്തു കിടക്കുന്ന ഒരാളുടെ അവസാന മൊഴി എന്ന നിലയ്ക്ക് ഇന്നിരയുടെ അപേക്ഷയുണ്ട്. ഞാൻ പറയുന്ന സത്യങ്ങൾ കേട്ട് എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കരുത്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കുറ്റത്തിന് നന്ദുവിനെ വേർപിരിഞ്ഞ് ഇന്ദു പോയപ്പോ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി എന്റെ തലയിൽ ഉദിച്ച മനഃശാസ്ത്ര സമീപനമാണ് ബ്രെയിൻ ഓഫ് എഞ്ചിനീയ ഓട്ടോപ്പിക്കാൻ. ഇങ്ങനെ ഒരു രോഗം ഈ ഭൂമിയിലെന്നല്ല ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് പോലെ എനിക്കറിയില്ല. അയ്യോ, നന്ദുവിന് യാതൊരു അസുഖവുമില്ല. ഇതാണ് സത്യം. മേനോൻ സാറ് പാവമാണ്. ഈ കുറ്റത്തിൽ വെറും ഒരു മാപ്പ് സാക്ഷി മാത്രം. എന്തുട്ടി, നിന്നെ വീണ്ടും വിഡ്ഢിയാക്കിന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയപ്പോഴൊന്നും നീയോട്ട് സമ്മതിച്ചുമില്ല. എന്തുട്ടി, കരയരുത് പ്ലീസ്. എനിക്ക് സന്തോഷമായി. ഇനി മനസ്സുഖത്തോടെ മരിക്കാം. എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് സാറിന്റെ മനഃശാസ്ത്ര സമീപനത്തെ കുറിച്ചുള്ള സത്യം ഇനി എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൂടെ? പിന്നെ ഓക്കേ.